താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ തലയ്ക്ക് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി സർക്കാർ ഡോക്ടർമാർ പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ഈ സംഭവത്തോടെ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സുരക്ഷ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? എന്തുകൊണ്ടാണ് ആശുപത്രികളിൽ ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്നത്? ഇത് എത്രത്തോളം ഗൗരവകരമായ കാര്യമാണ്? ഡോക്ടർമാരുടെ സുരക്ഷ ആരുടെ ഉത്തരവാദിത്തമാണ്? ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്? ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇക്കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ദി ഒപ്പീനിയൻ. ബി ഇൻഫോംഡ് ബിഫോർ യു ഡിബേറ്റ്. ആദ്യമായി നമുക്ക് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് നോക്കാം. ചികിത്സാഫലം തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി വരുമ്പോഴും രോഗി മരിക്കുമ്പോഴും ഡോക്ടർമാരുടെ അശ്രദ്ധ ആരോപിച്ച് രോഗികളുടെ ബന്ധുക്കളും നാട്ടുകാരും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ ആരോഗ്യ മേഖലയിൽ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ ഡോക്ടർമാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഡോക്ടർമാർക്കെതിരായ ആക്രമണം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഡൽഹി, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ഫിസിക്കൽ അറ്റാക്സും ആശുപത്രി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പലതവണ സമരം നടത്തിയിട്ടുണ്ട്. കൊൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമാണ്. ഇക്കാര്യത്തിൽ കേരളവും ഒട്ടും പിന്നിലല്ല. 2023 കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസ് എന്ന ഹൗസ് സർജൻ രോഗിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നമ്മൾ ആരും മറന്നുകാണില്ല. തിരുവനന്തപുരത്തും എറണാകുളത്തും പാലക്കാട്ടുമെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയതും ആക്രമിച്ചതും സംബന്ധിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഡോക്ടറായ ഡോക്ടർ വിപിനെ അസുഖം വന്ന് മരണപ്പെട്ട 9 വയസ്സുകാരിയുടെ പിതാവ് തലയ്ക്കുവെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവം. ഇനി എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ചികിത്സാ ഫലത്തിലെ അതൃപ്തി, തെറ്റിദ്ധാരണകൾ, ഡോക്ടർമാരുടെ പെരുമാറ്റത്തിലെയും സമീപനത്തിലെയും അസംതൃപ്തി, ആശുപത്രികളിലെ തിരക്ക്, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഇവയെല്ലാം ചേർന്നാണ് പലപ്പോഴും രോഗികളുടെ ബന്ധുക്കൾ തന്നെ ഡോക്ടർമാരെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. ദിവസവും 12 മുതൽ 14 മണിക്കൂർ നിരന്തരമായ ജോലി, കുടുംബത്തിനു വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥ, രോഗികളുടെ അമിത സമ്മർദ്ദം ഇതെല്ലാം ഡോക്ടർമാരിൽ ബേൺ ഔട്ട് സിൻഡ്രോം വ്യാപകമാക്കുന്നു. ഇത് അശ്രദ്ധയ്ക്കും ചികിത്സാ പിഴവിനും കാരണമായേക്കാം. അതുമാത്രമല്ല, സമയക്കുറവും സമ്മർദ്ദവും മൂലം പലപ്പോഴും ഡോക്ടർമാർക്ക് ഓരോ രോഗിക്കും ആവശ്യമായ സമയം നൽകാനോ അനുകമ്പയോടെ പെരുമാറാനോ പ്രോപ്പറായ ആശയവിനിമയത്തിനോ സാധിക്കാറില്ല. ഇത് രോഗികൾക്കും ബന്ധുക്കൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഡോക്ടറിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. രോഗി മരിക്കുമ്പോഴോ ആഗ്രഹിച്ചതുപോലെയുള്ള രോഗമുക്തി ഇല്ലാതിരിക്കുമ്പോഴോ ഡോക്ടറെ കുറ്റക്കാരനാക്കുന്നതിൽ ഈ വിശ്വാസ്യതയില്ലായ്മയും ഒരു പ്രധാന കാരണമാണ്. മെഡിക്കൽ ശാസ്ത്രത്തിന് പരിധികളുണ്ടെന്നും തങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാരുടെ സുരക്ഷയും മാനസികാരോഗ്യവും സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണ് എന്നുമുള്ള ബോധ്യം പൊതുസമൂഹത്തിനില്ലാത്തതും ഇത്തരം ആക്രമണങ്ങൾക്ക് മറ്റൊരു കാരണമാണ്. ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ കുറവും നിയമങ്ങൾ കർക്കശമല്ലാത്തതും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് എത്രത്തോളം ഗൗരവകരമായ കാര്യമാണ് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്നത് ആരോഗ്യ പ്രവർത്തകരെ മാത്രമല്ല, മറിച്ച് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയമാണ്. രാജ്യത്തുടനീളം ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 75% ഡോക്ടർമാർ ആശുപത്രി പരിസരത്ത് വെച്ച് മാനസികമോ ശാരീരികമോ ആയ പീഡനങ്ങൾ നേരിടുന്നുണ്ട്. 2025 ഒരു സർവേ അനുസരിച്ച് 70% ഡോക്ടർമാർ ജോലിസ്ഥലത്ത് സുരക്ഷിതരല്ലെന്ന് പറയുന്നു. സ്ത്രീ ഡോക്ടർമാർക്ക് സുരക്ഷാ ഭീഷണി ഇരട്ടിയാണ്. 83% ഡോക്ടർമാർ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. സ്ത്രീ ഡോക്ടർമാരിൽ 75% മെഡിക്കൽ പ്രൊഫഷനിൽ പ്രവേശിച്ചതിൽ ഖേദിക്കുന്നു.
നാഗ്പൂർ, ഔറംഗാബാദ് പോലെയുള്ള ടയർ 2, ടയർ 3 നഗരങ്ങളിൽ സുരക്ഷാ ഭീഷണിയും സമ്മർദ്ദവും കൂടുതലാണ്. ഇത് രോഗികളെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. ഇത് ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം നഷ്ടപ്പെടുത്തുകയും ആരോഗ്യ മേഖലയെ തന്നെ താളം തെറ്റിക്കുകയും ചെയ്യും. ഡോക്ടർമാർ അവരുടെ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകുകയും അപകട സാധ്യതയുള്ള കേസുകൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും ചെയ്യും. മികച്ച കഴിവുള്ള പല ആരോഗ്യ പ്രവർത്തകരും വിദേശത്തേക്ക് ജോലി തേടി പോകുന്നതിനും ഇത് കാരണമാകുന്നു. ഡോക്ടർമാരുടെ സുരക്ഷ ശരിക്കും ആരുടെ ഉത്തരവാദിത്തമാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ആരോഗ്യം നിലവിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് പൊതുജനാരോഗ്യം, ശുചിത്വം, ആശുപത്രികൾ, ഡിസ്പെൻസറികൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പ്രാഥമികമായ അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. എന്ന് കരുതി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രാദേശിക ഗവൺമെന്റും ഇതിൽ പങ്കാളികളാകേണ്ടതാണ്. ആശുപത്രി മാനേജ്മെന്റുകൾ സുരക്ഷാ ജീവനക്കാരെ നിയമിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആശുപത്രികളിൽ സമാധാനപരമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിൽ പോലീസിനും കോടതിക്കും ഉത്തരവാദിത്തമുണ്ട്. എല്ലാത്തിലുമുപരി ഡോക്ടർമാരുടെ സുരക്ഷയും മാനസികാരോഗ്യവും സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കൂടെ കടമയാണ്. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്? കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ റെസിഡന്റ് ഡോക്ടർക്കെതിരെ നടന്ന ക്രൂരമായ അതിക്രമത്തിനും കൊലപാതകത്തിനും ശേഷം ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ തലത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ഡൽഹിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും ഹോസ്പിറ്റലുകളുടെയും റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവയുടെ പ്രതിനിധികൾ ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ എത്തിയിരുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇവരുടെ ആശങ്കകളും ആവശ്യങ്ങളും കേൾക്കുകയും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ശേഷം ഇതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന സർക്കാരുകൾക്ക് അവരുടെ നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റിയുമായി പങ്കിടാവുന്നതാണ്. കേരളം ഉൾപ്പെടെ രാജ്യത്തെ 26 സംസ്ഥാനങ്ങൾ അതത് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേകം നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ജോലിസ്ഥലത്തെ വ്യക്തിഗത സുരക്ഷയെക്കുറിച്ചുള്ള ഡോക്ടർമാരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനങ്ങൾ നടപടിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ 2024 സുപ്രീം കോടതി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജിൽ റെസിഡന്റ് ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീം കോടതി ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനായി മുതിർന്ന ഡോക്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും അംഗങ്ങളായ നാഷണൽ ടാസ്ക് ഫോഴ്സ്, അതായത് ദേശീയ ദൗത്യസേന രൂപീകരിച്ചിരുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയാണ് സമിതിയുടെ ചുമതല. ഇനി കേരളത്തിന്റെ കാര്യമെടുത്താൽ ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് കനത്ത ശിക്ഷയും പിഴയും ഉറപ്പാക്കുന്ന നിയമം കേരളത്തിൽ നിലവിലുണ്ട്. 7 വർഷം വരെ തടവും 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുമുള്ള പിഴയുമാണ് ശിക്ഷ. ഡോക്ടർമാരോ ആശുപത്രി ജീവനക്കാരോ ആക്രമിക്കപ്പെട്ടാൽ 1 മണിക്കൂറിനകം FIR ഇടണമെന്ന് കേരള ഹൈക്കോടതി സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2024 നടന്ന ഡോക്ടർ വന്ദനാദാസിന്റെ ദാരുണമായ കൊലപാതകത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ആശുപത്രികളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാതലായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉയർന്നു വന്നിരുന്നു. ആശുപത്രികളുടെ സുരക്ഷാ ചുമതല സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ ഏൽപ്പിക്കും. എല്ലാ പ്രധാന ആശുപത്രികളിലും പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കും. തിരക്കുള്ള സമയങ്ങളിൽ അത്യാഹിത വിഭാഗങ്ങളിൽ 2 ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തും തുടങ്ങിയ തീരുമാനങ്ങൾ ഇപ്പോഴും നടപ്പിലായിട്ടില്ല. ട്രയാജ് സംവിധാനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് 2021 സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും ഭൂരിഭാഗം സർക്കാർ ആശുപത്രികളിലും മാനവ വിഭവശേഷി കുറവ് മൂലം ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ആശുപത്രികളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കോഡ് ഗ്രേ പ്രോട്ടോകോൾസ് നിലവിലുണ്ടെങ്കിലും ഇതിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ പലയിടത്തും യാഥാർത്ഥ്യമായിട്ടില്ല. ഇതിന്റെ ഭാഗമായി വിമുക്ത ഭടന്മാരെ സുരക്ഷാ ജീവനക്കാരായി നിയമിക്കുന്നതിനും ആശുപത്രികളിൽ CCTVകൾ സ്ഥാപിക്കുന്നതിനും ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ടുകൾ വകയിരുത്തുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അരക്ഷിതാവസ്ഥയും സുരക്ഷാ വീഴ്ചയും വ്യക്തമാക്കുന്നതാണ്
താമരശ്ശേരിയിലെ സംഭവമെന്നും ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷിതമായ തൊഴിലിടങ്ങൾ ഉറപ്പാക്കുന്നതിൽ സർക്കാരും സമൂഹവും പരാജയപ്പെടുന്നു എന്നത് തികച്ചും നിരാശാജനകമാണ് എന്നുമാണ്. സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതാണ്. സംസ്ഥാനത്തെ ആശുപത്രികൾ അതീവ സുരക്ഷാ മേഖലകളായി പ്രഖ്യാപിക്കണം. എല്ലാ പ്രധാന ആശുപത്രികളിലും പോലീസ് ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിക്കണം. ആശുപത്രികളിൽ സുരക്ഷാ ജോലിക്കായി സായുധരായ വിമുക്ത ഭടന്മാരെ നിയമിക്കണം. അത്യാഹിത വിഭാഗങ്ങളിൽ ഒരേ സമയം 2 ഡോക്ടർമാരുടെയെങ്കിലും സേവനം ലഭ്യമാകുന്ന വിധത്തിൽ പ്രധാന ആശുപത്രികളിൽ ഏറ്റവും കുറഞ്ഞത് 8 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തികകൾ ഉടൻ തന്നെ സൃഷ്ടിക്കണം. കോഡ് ഗ്രേ പ്രോട്ടോകോൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനായി ആവശ്യമുള്ള ഫണ്ടുകൾ വകയിരുത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണം. ഡോക്ടർമാർക്കെതിരെ അതിക്രമം നടത്തുന്ന കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം. പരിമിതമായ സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കണം. വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി രോഗങ്ങളുടെ സങ്കീർണതയുടെ പേരിൽ ഡോക്ടർമാരെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്ന പ്രവണതയിൽ നിന്ന് പിന്മാറണം. ഇതൊക്കെയാണ് ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സർക്കാർ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടിയന്തരമായി പരിഗണിച്ച് നടപടികൾ കൈക്കൊള്ളേണ്ടത് അത്യാവശ്യമാണ്. ആശുപത്രികളിൽ സുരക്ഷ ഉറപ്പുവരുത്താനായി ഫണ്ട് അനുവദിക്കുകയും സുരക്ഷാ ജോലിക്കാരെ നിയമിക്കുകയും വേണം. നിയമ സംവിധാനം കർക്കശമാക്കണം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് കൗസറും നിരീക്ഷിച്ചതുപോലെ ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടാൽ നിയമ നടപടികൾ പെട്ടെന്നുണ്ടാകുമെന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ടായെങ്കിൽ മാത്രമേ ആക്രമണ പ്രവണതകൾക്ക് അറുതി വരുത്താനാകൂ. അതേസമയം ഡോക്ടർമാരുടെ അശ്രദ്ധയും ചികിത്സാപ്പിഴവും വീഴ്ചയും കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല. അതീവ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യേണ്ടതാണ് ചികിത്സ. ഇത് കേവലം ഒരു തൊഴിലല്ല, ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. കാണാനെത്തുന്ന രോഗിയോട് മാന്യമായും അനുകമ്പയോടെയും പെരുമാറണം. രോഗത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് രോഗിക്ക് ഡോക്ടറിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കും, രോഗശാന്തി വേഗത്തിലാക്കും. ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. മെഡിക്കൽ ശാസ്ത്രത്തിന് പരിധികളുണ്ടെന്ന ബോധം സമൂഹത്തിനുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാര്യങ്ങൾ അന്വേഷിക്കാതെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുന്ന മാധ്യമ പ്രവണതയും അവസാനിപ്പിക്കേണ്ടതാണ്. ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞ ചെയ്തവരാണ് ഡോക്ടർമാർ. തനിക്ക് മുന്നിലേക്ക് വരുന്ന ഓരോ രോഗിയുടെയും വേദന അകറ്റാനും സമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് തന്നെ അവർക്ക് നേരെയുണ്ടാകുന്ന സുരക്ഷാ ഭീഷണി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ജീവൻ രക്ഷിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. ചികിത്സ നടത്തുമ്പോൾ ഡോക്ടർമാർ അതീവ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുന്നതോടൊപ്പം തന്നെ പ്രോപ്പറായ ആശയവിനിമയവും രോഗിയോടുള്ള അനുകമ്പാപൂർവമായ പെരുമാറ്റവും ഉണ്ടാകേണ്ടതാണ്. ശാസ്ത്രത്തിന്റെ പരിമിതികളെക്കുറിച്ചുള്ള ബോധ്യം പൊതുജനത്തിനും ഉണ്ടാകണം. സുരക്ഷാ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ശക്തമാക്കണം. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാരും ആശുപത്രികളും പൊതുസമൂഹവും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണം. വെള്ളക്കോട്ടിനുള്ളിലെ പോരാട്ടം അവസാനിപ്പിക്കാൻ സമയമായി. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം.